വികാരങ്ങളെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ താങ്കൾ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിൽ നിന്നും താങ്കളുടെ വികാരം നിങ്ങളെ വിലക്കാതിരിക്കുന്നതാണ്. നിങ്ങളുടെ വികാരങ്ങളും കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയൂ. എന്നാൽ ഒരിക്കലും വികാരം നമ്മെ നയിക്കുവാൻ പാടില്ല. എൻ്റെ നിയന്ത്രണം എൻ്റെ വികാരങ്ങൾക്കായിരിക്കുവാൻ പാടില്ല. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ക്രിസ്തുയേശുവിൻ്റെ സാക്ഷിയാകുക എന്നതാണ് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം. ക്രിസ്തു സാക്ഷിയായി ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്നുണ്ടാകാവുന്ന കഷ്ടങ്ങളാകുന്നു അതിൽ നിന്ന് അവനെ പിന്നോട്ട് വലിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ സഹായത്താൽ മാത്രമേ ഫലപ്രദമായ ഒരു ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ സാധ്യമാകുകയുള്ളൂ. 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾക്ക് ഒരുമിച്ച് പഠിക്കാം. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനമായിരിക്കും പൗലോസിൻ്റെ മരണപത്രികയും വിൽപത്രവും. ചരിത്രത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് പൗലോസിൻ്റെ ആദ്യത്തെ റോമൻ ജയിൽവാസത്തിന് ശേഷം അവൻ സ്പെയിനിലേക്ക് പോയി. അവിടെ ശുശ്രൂഷിച്ചതിന് ശേഷം എഫെസോസിലേക്ക് പോയി. അവിടെ നിന്നും ത്രോവാസിലേക്ക് ചെന്നു. അവിടെ ആയിരിക്കുമ്പോഴായിരുന്നു റോമൻ ചക്രവർത്തിയായിരുന്ന നീറോ റോമൻ പട്ടണത്തിന് തീ കൊളുത്തുകയും അത് ചെയ്തത് ക്രിസ്ത്യാനികളാകുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ റോമൻ സാമ്രാജ്യത്തിലുള്ള സകല ക്രിസ്ത്യാനികളെയും രാജ്യദ്രോഹികളായി പ്രഖ്യാപിക്കുകയും പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത വിധമുള്ള ക്രൂരതയാൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും ചെയ്തു. അവർ സർക്കാർ തലത്തിൽ മാത്രമല്ല ഈ പീഡനം അഴിച്ചുവിട്ടത്, പിന്നെയോ റോമൻ പൗരന്മാർ എവിടെയെല്ലാം ഉണ്ടായിരുന്നുവോ അവരെല്ലാം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. പത്രോസും പൗലോസും അന്ന് ജീവിച്ചിരുന്നതിൽ അറിയപ്പെട്ട ക്രിസ്തീയ നേതാക്കളായിരുന്നതിനാൽ അവരെ അറസ്റ്റ് ചെയ്ത് തടവിലടച്ചു. ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസിന് അറിയാമായിരുന്നു അധികം താമസിക്കാതെ അവൻ കൊല്ലപ്പെടുമെന്ന്. അതുകൊണ്ട് തന്നെ ഈ ലേഖനത്തിലെ വാക്കുകൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അന്ന് പൗലോസിനെ പാർപ്പിച്ചിരുന്നത് റോമിലെ മാമറ്റൈൻ ജയിലിലായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇന്നും പോയി സന്ദർശിക്കുവാൻ കഴിയുന്ന ആ ജയിലിൻ്റെ അവസ്ഥ കണ്ടാൽ ഈ ലേഖനത്തിലെ വാക്കുകളുടെ മാഹാത്മ്യം നമുക്ക് ഏറെക്കുറെ ഊഹിക്കാവുന്നതാണ്. ഈ മാമറ്റൈൻ ജയിൽ ഭൂമിക്കടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നായിരുന്നു. അതിൻ്റെ തന്നെ ഏറ്റവും താഴത്തെ നിലയിൽ ഉണ്ടാക്കിയിരുന്ന ഒരു ഇരുട്ടറയിലായിരുന്നു പൗലോസിനെ പാർപ്പിച്ചിരുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. ഈ റോമ പട്ടണത്തിലെ സകല അഴുക്കും ഒഴുകി വന്നിരുന്ന അഴുക്കുചാൽ ഈ പറഞ്ഞ ഇരുട്ടറയ്ക്ക് വെളിയിലൂടെ ആയിരുന്നതിനാൽ ആർക്കും സഹിക്കുവാൻ കഴിയാത്ത ദുർഗന്ധം വമിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു അത് എന്ന് വ്യക്തമായിരുന്നു. അവിടെ തന്നെ പൗലോസിനെ ചങ്ങലക്കിട്ടിരുന്നത് വേദനിപ്പിക്കുന്ന വിധത്തിലായിരുന്നു. ഏറ്റവും അധികം വെറുത്തിരുന്ന കുറ്റവാളികൾക്കായി ഉണ്ടാക്കിയിരുന്ന സ്ഥലമായിരുന്നു ഈ പറഞ്ഞ ജയിലറ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് ഈ ലേഖനം എങ്ങനെ എഴുതിയെന്നതും അത് എങ്ങനെ വെളിയിൽ തിമോത്തിയോസിൻ്റെ കൈകളിൽ എത്തിച്ചു എന്നും ഉള്ളത് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ളൊരു വസ്തുത തന്നെയാകുന്നു. ഒനേസിഫറോസ് എന്ന വൃദ്ധനും പൗലോസിൻ്റെ പ്രിയ വൈദ്യൻ ലൂക്കോസും ഒഴിച്ച് ബാക്കി എല്ലാവരും പൗലോസിനെ വിട്ടുപോയി എന്ന് തോന്നുന്നു. അവരിൽ ഒരാളായിരുന്നിരിക്കും തിമോത്തിയോസിൻ്റെ കൈകളിൽ ഈ ലേഖനം എത്തിച്ചത്. അങ്ങനെ ഒരവസ്ഥയിൽ സ്വന്തം കൈകൊണ്ട് പൗലോസിന് എഴുതുവാൻ കഴിയുമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അവൻ പറഞ്ഞത് ആരോ അവനു വേണ്ടി എഴുതിയതാകാം. പൗലോസിൻ്റെ അവസാനത്തെ ഈ വാക്കുകൾ വായിക്കുമ്പോൾ അവനായിരുന്ന പശ്ചാത്തലം മറക്കരുത്. അവൻ്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകിയെത്തിയ വാക്കുകളാണ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം. നാം അതിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞു. പൗലോസ് തിമോത്തിയോസിനെ പ്രിയമകനെന്ന് വിളിച്ച് ഈ വേല ഭരമേൽപ്പിക്കുന്നു. 6-ാം വാക്യം മുതൽ നമുക്ക് നോക്കാം. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. പൗലോസ് തിമോത്തിയോസിൻ്റെ മേൽ തൻ്റെ കരം വെച്ചപ്പോൾ അതിൻ്റെ അർത്ഥം തിമോത്തിയോസ് പൗലോസിൻ്റെ ശുശ്രൂഷയിലെ ഒരു പങ്കാളിയാകുന്നു എന്നാണ്.
അവനോടൊപ്പം ദൈവവചനം പഠിപ്പിക്കുന്ന വരം പങ്കുവച്ചു. ഏലിയാവിൻ്റെ പുതപ്പ് ഏലീശയുടെ മേൽ വീണതുപോലെ തൻ്റെ പുതപ്പ് തിമോത്തിയോസിൻ്റെ മേൽ വീഴണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ഈ യുവ സഹോദരൻ പൗലോസിനോട് വളരെ അടുത്തവനായിരുന്നു. പൗലോസ് റോമിൽ തടവിലായിരുന്നപ്പോൾ അവൻ തിമോത്തിയോസിനെക്കുറിച്ച് പറഞ്ഞത്, നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല എന്നാണ്. പൗലോസിൻ്റെ പഠിപ്പീരും പ്രസംഗവും തുടരുവാൻ കഴിവുള്ള ഒരുവൻ ഇതാ തിമോത്തിയോസ്. അതുകൊണ്ട് പൗലോസ് അവനെ തൻ്റെ പങ്കാളിയാക്കി. അവർ ശുശ്രൂഷയിൽ ഒരുമിച്ചായിരുന്നു. പൗലോസ് തിമോത്തിയോസിനെ ഗുണദോഷിക്കുന്നത് ശ്രദ്ധിക്കുക. നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണം. ഈ മനുഷ്യനൊരു വരമുണ്ടായിരുന്നു. അതിനെ ജ്വലിപ്പിക്കുവാൻ പൗലോസ് തിമോത്തിയോസിനെ ഉത്സാഹിപ്പിക്കുന്നു. അത് എന്താണ് താങ്കളോട് പറയുന്നത്? എഫെസോസിൽ പാർത്തിരുന്ന തിമോത്തിയോസിനെക്കുറിച്ച് പൗലോസ് ചിന്താകുലപ്പെട്ടിരുന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. എഫെസോസിൽ അർത്തിമസ് മഹാദേവിയുടെ ക്ഷേത്രമുണ്ടായിരുന്നതും റോമൻ ലോകത്തിലെ പാപത്തിൻ്റെ കേന്ദ്രസ്ഥാനമായി അറിയപ്പെട്ടിരുന്നതുമായ സ്ഥലമായിരുന്നു എഫെസോസ്. പൗലോസ് തന്നെ എഫെസോസിൽ 3 വർഷം പാർത്തു. ആ പട്ടണത്തിലുള്ള പ്രലോഭനങ്ങളും ആകർഷണങ്ങളും പൗലോസിന് വ്യക്തമായും അറിയാമായിരുന്നു. ആ സാഹചര്യത്തിൽ തിമോത്തിയോസ് ദൈവത്തിൻ്റെ ആലോചന മുഴുവൻ അവിടെ പഠിപ്പിക്കുവാൻ മടി കാണിക്കുമോ എന്ന് അപ്പോസ്തലൻ ഭയപ്പെട്ടിരുന്നത് പോലെ തോന്നുന്നില്ലേ? താൻ പ്രിയമകനെന്ന് വിളിച്ച യുവാവിനെക്കുറിച്ച് പൗലോസിനുള്ള കരുതൽ നമുക്കിവിടെ കാണാവുന്നതാണ്. 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. നമ്മിൽ അനേകരും ഇത് തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. ഭയം എന്നത് സ്വാഭാവികമായ ഒന്നാണ്, അത് നല്ലതുമാണ്. ഉദാഹരണത്തിന് എനിക്ക് സിംഹത്തെ പേടിയാണ്. ഒരെണ്ണത്തെ എവിടെ കാണാം അഴിച്ചു വിട്ടിട്ടുണ്ട് എന്നറിഞ്ഞാൽ ഞാൻ ഒളിക്കുവാൻ നോക്കുമില്ലേ? അതുകൊണ്ട് ഭയമുണ്ടാകുക എന്നാൽ അത് സ്വാഭാവികവും നല്ലതുമാണ്. അല്ലെങ്കിൽ ആപത്തിൽ ചെന്ന് ചാടും. എന്നാൽ പൗലോസ് നല്ല വിധത്തിലുള്ള ഒരു ഭയത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഭീരുത്വം. പൗലോസ് പറയുന്നു, ദൈവം നമുക്ക് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല നൽകിയിരിക്കുന്നത് എന്നത്രേ. പിന്നെയോ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ ആകുന്നു എന്ന്. സുബോധമുള്ളൊരു മനസ്സെന്നാൽ അച്ചടക്കമെന്നത്രേ. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ പരാജയം ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുഖമുദ്രയാകുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിച്ചില്ല. നാം ഓരോരുത്തരും അച്ചടക്കമുള്ള ശിക്ഷണമുള്ള വിശ്വാസികളായിരിക്കേണ്ടതാണ്. അല്ലാതെ നമ്മുടെ വികാരങ്ങളുടെ അടിമയാകുവാൻ പാടില്ല. നാം എല്ലാം നമ്മുടെ വികാരങ്ങളാൽ ചലിക്കപ്പെടുന്നവരാണ്. അതുകൊണ്ടാണ് ദാരിദ്ര്യം അനുഭവിക്കുന്ന വിശക്കുന്നവരുടെ അനാഥരുടെ ചിത്രവുമായി അഭ്യർത്ഥന അയക്കുന്നവർക്കെല്ലാം മനുഷ്യർ പണം അയക്കുന്നത്. ആരെങ്കിലും വന്ന് പറയുന്നത് കള്ളമാണെങ്കിലും മനുഷ്യരങ്ങ് അലിഞ്ഞു പോകും. എന്നാൽ വിശ്വാസികൾ തങ്ങളുടെ വികാരങ്ങളിൽ പ്രചോദിതരാകേണ്ടവരല്ല. അതല്ല അവരെ നയിക്കുന്ന സംഗതി. നമ്മുടെ വികാരങ്ങൾ നമ്മുടെ യജമാനനാകുവാൻ പാടില്ല. നാം അച്ചടക്കമുള്ളവരാകണം. എങ്ങനെയാണിത് ഭയത്തിൻ്റെ പ്രശ്നത്തെ നേരിടുന്നത്? ഏതെങ്കിലും വിധത്തിലുള്ള ഭയം എനിക്കുള്ളത് തെറ്റാണോ? അല്ല. എന്നാൽ അങ്ങനെ ഒരു ഭയമുള്ളതിനാൽ ഒന്നും ചെയ്യാതിരിക്കുന്നത് തെറ്റാണ്. ഞാൻ ശിക്ഷണമുള്ള ഒരു വിശ്വാസിയാകുന്നു എങ്കിൽ ഞാൻ എന്ത് ത്യാഗവും സഹിച്ച് ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്യുക തന്നെ ചെയ്യും. വികാരങ്ങളെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ താങ്കൾ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിൽ നിന്നും താങ്കളുടെ വികാരം താങ്കളെ വിലക്കാതിരിക്കുന്നതാണ്. വേഗം കൂടിയ സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നത് താങ്കൾക്ക് ഭയമാണെങ്കിൽ താങ്കൾ അത് ഒഴിഞ്ഞു മാറുകയില്ല. മാറുമോ? ആവശ്യത്തിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ യാത്ര ചെയ്യുവാൻ താങ്കളെ ശിക്ഷണത്തിൽ കൊണ്ടുവരികയാണ് സാധാരണ ചെയ്യുന്നത്. എന്നിരുന്നാലും താങ്കളുടെ വികാരങ്ങളും കൊണ്ട് മാത്രമേ താങ്കൾക്ക് ജീവിക്കുവാൻ കഴിയൂ. എന്നാൽ ഒരിക്കലും വികാരം നമ്മെ നയിക്കുവാൻ പാടില്ല. ഞാൻ ഒരു തോൽവി അടഞ്ഞ വിശ്വാസിയായിരിക്കുവാൻ പാടില്ല. എൻ്റെ നിയന്ത്രണം എൻ്റെ വികാരങ്ങൾക്കായിരിക്കുവാൻ പാടില്ല എന്ന് ചുരുക്കം. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധനായി എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. സുവിശേഷത്തിൻ്റെ പീഡനം എന്നാണല്ലോ 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന് ഞാൻ നൽകിയ തലക്കെട്ട്. ഓർക്കുമല്ലോ. ഞാൻ അങ്ങനെ പറയുവാൻ കാരണമുണ്ട്.
ഇന്ന് അനേകരും ചിന്തിക്കുന്നതും പഠിപ്പിക്കുന്നതും ക്രിസ്തീയ ജീവിതം ആയാസരഹിതവും മധുരതരവും എപ്പോഴും തിളങ്ങുന്നതുമൊക്കെ ആകുന്നു എന്നത്രേ. ഒരു വിധത്തിൽ അങ്ങനെ ആകാം. അനേകരും ചിന്തിക്കുന്നത് താങ്കൾക്കുള്ള സ്വർഗീയ പിതാവ് എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള എന്തു ചോദിച്ചാലും ഉടനെ ഇങ്ങ് തരുന്ന ഒരു വ്യക്തിയാകുന്നു എന്നാണ്. അവൻ നമ്മെ പൂമത്തയിൽ കിടത്തുകയും നമ്മുടെ പാതയിൽ നിന്ന് കല്ലും മുള്ളുമൊക്കെ പറക്കിക്കളയുകയും നമുക്ക് ഗൗരവമായി ഒന്നും സംഭവിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുന്നവനാകുന്നു എന്നാണ് പലരും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരിക്കലൊരു പിതാവ് തൻ്റെ വിൽപ്പത്രത്തിൽ എഴുതി വച്ചിരുന്നതിനെക്കുറിച്ച് ഞാൻ വായിച്ചു. അത് ഇപ്രകാരമായിരുന്നു: ഉപജീവനത്തിന് വേണ്ടി സമ്പാദിക്കുന്നതിൻ്റെ സുഖം ഞാൻ എൻ്റെ മകന് വെച്ചേച്ചു പോകുന്നു. കഴിഞ്ഞ 25 വർഷം അവൻ ചിന്തിച്ചു ആ സുഖം എൻ്റേത് മാത്രമാണെന്ന്. അവന് തെറ്റുപറ്റി. ഒരു നല്ല പങ്ക് വിശ്വാസികൾ കരുതുന്നത് തങ്ങളുടെ സ്വർഗീയ പിതാവ് സംഗതികളെല്ലാം തങ്ങൾക്ക് എളുപ്പമാക്കി തരണം എന്നത്രേ. അത് മാത്രമാണ് അവരുടെ പ്രാർത്ഥന. പ്രയാസമുള്ളതെല്ലാം ദൈവം കനിയാത്തത് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ് എന്നത്രേ ഈ കൂട്ടർ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് നീങ്ങിപ്പോകുവാൻ വേണ്ടി ഇവർ ഭയങ്കര പ്രാർത്ഥനയാകും. അതിലൂടെ ദൈവം ഈ പറഞ്ഞവരുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്താകുന്നു എന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കുക പോലുമില്ല. അതുകൊണ്ട് ഹൃദയം കൂടുതൽ കൂടുതൽ കഠിനമാകുന്നു. പലരും ദൈവത്തെപ്പോലും തള്ളിപ്പറയുന്ന സ്ഥിതിയിൽ എത്തിച്ചേരുന്നു. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് എന്ന് നമ്മുടെ കർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. ക്രിസ്തു വിശ്വാസികൾ മഹാപീഡന കാലത്തിലൂടെ കടന്നു പോകുകയില്ല. എന്നാൽ നിങ്ങൾക്കും എനിക്കും നമ്മുടേതായ ചെറിയ ചെറിയ പീഡനങ്ങൾ ഈ ഭൂമിയിലുണ്ട്, കഷ്ടങ്ങളുണ്ട്. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമെന്നാണ് പൗലോസ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ഇവിടെ അന്യർ അല്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിൻ്റെ വേട്ടപ്പട്ടികൾ നിങ്ങളെ നോക്കി കുരയ്ക്കുകയില്ലായിരുന്നു എന്ന്. ക്രിസ്തുവിശ്വാസികളെ ലോകത്തിന് ഇഷ്ടമല്ല എന്ന് കർത്താവ് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ. അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുന്നേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവീൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. ഒരു ദൈവപൈതൽ എന്ന നിലയിൽ താങ്കൾ എല്ലാവരും അഭിനന്ദിക്കുന്ന ഒരു വ്യക്തിയാകുന്നു എങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് അതിലെന്തോ കാര്യമായ തകരാറുണ്ട് എന്നാണ്. ഈ പരമാർത്ഥം അംഗീകരിക്കുവാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. ഒഴുക്കിനെതിരെ നീന്തുവാൻ പ്രയാസമാണ് സുഹൃത്തെ. ലോകത്തിൻ്റെ പോക്കൊന്ന്, ദൈവമക്കളുടെ പോക്ക് വേറൊന്ന്. ക്രിസ്തീയ ജീവിതം എന്നാൽ പൂമത്തയിലെ അനുഭവമല്ല. നാം സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം ഒരുമിച്ച് കഷ്ടം സഹിക്കണം. അതായത് കഷ്ടം സഹിക്കുന്നതിൽ കൂട്ടാളികളാകണം. തിമോത്തിയോസിൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകത ലജ്ജിക്കാതെ കഷ്ടം സഹിക്കുന്നതാകണം. തിമോത്തിയോസിന് തൻ്റേതായ വളരെയേറെ പരിമിതികൾ കണ്ടെന്നു വന്നേക്കാം. പ്രായം കുറഞ്ഞവൻ, ശരീരസ്ഥിതി അത്ര നല്ലതല്ല, ഒരു ഭീരുത്വ സ്വഭാവം, മുൻകൈയെടുപ്പാൻ മടി, അങ്ങനെ പലതും പറഞ്ഞെന്ന് വന്നേക്കാം. അതൊക്കെ ഓർക്കുമ്പോൾ ദൈവം അവനെ ഏതൊരു ഉത്തരവാദിത്വത്തിനായി വിളിച്ചോ ആ ഉത്തരവാദിത്വത്തിൽ നിന്നും അവൻ ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചു എന്ന് വന്നേക്കാം. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. പ്രതിസന്ധികൾ കാണുമ്പോൾ പിന്മാറുന്ന പ്രവണത. എന്നെക്കൊണ്ട് കഴിയില്ല, അല്ലെങ്കിൽ തന്നെ നമ്മെക്കൊണ്ട് കഴിയുമെന്ന് ആരാണ് പറഞ്ഞത്? ദൈവമാണ് തൻ്റെ ശുശ്രൂഷയ്ക്കായി നമ്മെ രൂപപ്പെടുത്തി അതിനുള്ള വരം നൽകി ഉപയോഗിക്കുന്നത്. ദൈവഹിതത്തിനായി വിധേയപ്പെടുത്തുക മാത്രമാണ് നാം ചെയ്യേണ്ടത്. 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകലകാലത്തിനും മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് എന്ന് പറഞ്ഞാൽ നാം ആരാകുന്നു എന്നതിനാലോ നാം ചെയ്തത് എന്താകുന്നു എന്നതിനാലോ അല്ല, നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല. പിന്നെയോ 10-ാം വാക്യത്തിൽ പറയുന്നത് തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. ദൈവത്തിൻ്റെ സുവിശേഷത്തിലെ മഹത്തായ ഉദ്ദേശം കഴിഞ്ഞ കാലങ്ങളിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് പൗലോസിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് പഴയ നിയമത്തിലൊരു മർമ്മമായിരുന്നു, അത് വെളിപ്പെടുത്താതിരുന്ന ഒരു രഹസ്യം. എന്നാൽ ഇപ്പോൾ
പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. സകലത്തിനും മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതെന്നും വായിച്ചല്ലോ. അതെ, ആദ്യം മുതൽ തന്നെ നമുക്ക് വേണ്ടി ഇത് ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ടായിരുന്നു. ഇനി 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. വളരെയേറെ ശ്രദ്ധ നൽകേണ്ട ഒരു വാക്യം അത്രേ ഇത്. ഇപ്പോൾ മരണം നീക്കുകയും. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം മരണം എന്നാൽ വളരെ വ്യത്യസ്തമായ ഒന്നാകും. കർത്താവ് അതിൻ്റെ ശക്തിയെ കെടുത്തു കളഞ്ഞു എന്ന് നാം വായിക്കുന്നു. ഓർക്കുക, ദൈവം മരണത്തെ നീക്കിക്കളഞ്ഞില്ല. പൗലോസ് ഈ ലേഖനം എഴുതുന്ന സാഹചര്യം തന്നെ ഓർക്കുക. അവൻ ആ കാരാഗൃഹത്തിൽ കിടക്കുകയാണ്, അതും മരണത്തിന് വിധിക്കപ്പെട്ട് കിടക്കുന്നു. ഏത് സമയവും തലഛേദിക്കപ്പെടും, ഏത് നിമിഷവും അവൻ കൊല്ലപ്പെടാവുന്നതാണ്. എന്നാൽ പൗലോസ് ഇവിടെ ശാരീരിക മരണത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. അവൻ പറയുന്നത് ആത്മീയ മരണം, നിത്യമരണം, ആയത് ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ്. തീർച്ചയായും ക്രിസ്തു ആത്മീയ മരണത്തെ നീക്കിക്കളഞ്ഞു. ആയതിനാൽ യാതൊരു പാപിയും നിത്യമായി ദൈവത്തിൽ നിന്നും വേർപെട്ട ഒരവസ്ഥയിൽ ആയിരിക്കേണ്ട യാതൊരാവശ്യവുമില്ല. ക്രിസ്തുവാകുന്നു നമ്മുടെ മധ്യസ്ഥൻ. ദൈവത്തിനും മനുഷ്യനും മധ്യേയുള്ള ഒരേ ഒരു മധ്യസ്ഥൻ അവനാകുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതിൽ ദൈവം സംതൃപ്തനാണ്. അപ്പോൾ ഉണ്ടാകാവുന്ന ചോദ്യം, താങ്കൾ സംതൃപ്തനാണോ എന്നുള്ളതാണ്. അതോ താങ്കളുടെ നല്ല പ്രവൃത്തികളാൽ സ്വയം രക്ഷിക്കുവാനുള്ള പരിശ്രമത്തിലാണോ നിങ്ങൾ? ദാനധർമ്മങ്ങൾ ചെയ്തുള്ള രക്ഷ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആത്മീയ കാര്യങ്ങളിൽ ബാഹ്യമായി ഇടപെടുന്നത് കൊണ്ട് പുണ്യം കിട്ടുമെന്ന് ചിന്തിക്കുന്നതും തെറ്റാണ്. പരിപൂർണ അനുസരണത്താൽ മനുഷ്യന് രക്ഷിക്കപ്പെടുവാൻ സാധ്യമല്ല. കാരണം അങ്ങനെ ഒരു അനുസരണം കാണിക്കുവാൻ നാം അശക്തരാണ്. അപൂർണമായ അനുസരണത്താൽ മനുഷ്യന് രക്ഷപ്പെടുവാൻ കഴിയില്ല. കാരണം ദൈവം അത് അംഗീകരിക്കുകയില്ല. ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിൽ ഒരേ ഒരു പരിഹാര മാർഗം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞവനിൽ ആശ്രയിക്കുക, വിശ്വസിക്കുക, അതുമാത്രമാണ്. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തോലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസ് പറയുന്നത് താനൊരു പ്രസംഗിയാകുന്നു എന്നത്രേ. അതെ, ദൈവവചനത്തിൻ്റെ ദൂതുവാഹി. താനൊരു അപ്പോസ്തോലനും ഉപദേഷ്ടാവും കൂടിയാകുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ഒരു അപ്പോസ്തോലൻ എന്ന നിലയിൽ അവന് വളരെയേറെ വരങ്ങളുണ്ടായിരുന്നു. അപ്പോസ്തലന്മാരുടെ കാലയളവിന് ശേഷം ഒന്നിലധികം വരങ്ങളുള്ളവർ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഒരുപക്ഷെ താങ്കൾ എന്നോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചേക്കാം. എന്നാൽ യാഥാർത്ഥ്യത്തെ മറയ്ക്കുവാൻ ആർക്കും കഴിയില്ലല്ലോ. അല്പമൊന്ന് പാടുവാനോ പ്രസംഗിക്കുവാനോ ഒക്കെ കഴിയുന്നു എന്നതുകൊണ്ട് അതെല്ലാം ദൈവം ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ആത്മീയ വരമാകുന്നു എന്ന് പറയുക പ്രയാസമാണ്. ഒരു വരം നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളത് തന്നെ പ്രാവർത്തികമാക്കുവാൻ ബുദ്ധിമുട്ടുകയാണ് എല്ലാവരും. പിന്നെ 2ഉം 3ഉം എങ്ങനെ ഉപയോഗിക്കും? ചിന്തിച്ചാട്ടെ. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. എത്ര ഉന്നതമായ ഉറപ്പല്ലേ! ഈ ഉറപ്പാണ് പൗലോസിനെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിലനിർത്തിയത്. അനേകം വിശുദ്ധന്മാരെ നിലനിർത്തിയതും നിർത്തുന്നതും ഈ ഉറപ്പാണ്. ഞാൻ ലജ്ജിക്കുന്നില്ല. പൗലോസ് തടവറയിലാകുന്നെങ്കിൽ തന്നെയും, മരണവിധി അവൻ്റെ മേൽ ഉണ്ടായിരിക്കുന്നു എങ്കിൽ തന്നെയും അവൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല. റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത് ഓർക്കുന്നില്ലേ? റോമലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അല്പം മുൻപ് 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞത് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കരുതെന്നാണ്. ചിലപ്പോൾ വിശ്വാസികൾ സാക്ഷിക്കുവാൻ വളരെയേറെ വൈമുഖ്യമുള്ളവരായി കാണപ്പെടാറുണ്ട്. ചിലപ്പോൾ നാം എല്ലാം മിണ്ടാതിരുന്നു എന്ന് വന്നേക്കാം. എന്നാൽ അങ്ങനെ ആകുവാൻ പാടില്ല. നാം എല്ലാ രംഗത്തും കർത്താവിൻ്റെ സാക്ഷികളായിരിക്കണം. ഇവിടെ പറയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. ഇവിടെ ഉപനിധി എന്നാണ് പറയുന്നത്. സമ്പാദ്യം,
നിക്ഷേപം എന്നൊക്കെയുള്ള അർത്ഥം. ഇതിൻ്റെ അർത്ഥം പൗലോസ് ന്യായവിധി ദിവസം വരെ തൻ്റെ വിശ്വാസം ക്രിസ്തുവിൽ നിക്ഷേപിച്ചു എന്നത്രേ. അതല്ല എങ്കിൽ ദൈവം എന്നിൽ ഏതോ നിക്ഷേപിച്ചു എന്നാകാം. പൗലോസിൻ്റെ ജീവിതത്തിൽ ദൈവം നിക്ഷേപിച്ച വരങ്ങൾ അവനെ സകല ലോകത്തിനും കടക്കാരനാക്കിയിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളും ഞാനും കടക്കാരാണ്. ഒരുപക്ഷെ താങ്കൾ പറയുന്നുണ്ടാകും, സത്യസന്ധമായുള്ള എൻ്റെ കടങ്ങൾ ഞാൻ കൊടുത്തു തീർക്കുന്നുണ്ടെന്ന്. ആ വാദം എനിക്ക് മനസ്സിലാകും. എന്നാൽ പ്രിയ സുഹൃത്തെ, ഈ ഭൂമിക്ക് മുകളിൽ ജീവിക്കുന്ന സകല മനുഷ്യനും സുവിശേഷം കേൾക്കാത്തിടത്തോളം കാലം താങ്കളും ഞാനും, അതെ, സുവിശേഷം കേട്ട് അംഗീകരിച്ച് ദൈവമക്കളായി തീർന്ന നിങ്ങളും ഞാനും നമ്മുടെ സത്യസന്ധമായ കടം കൊടുത്തു തീർത്തിട്ടില്ല. ഓരോ ദൈവവൈതലിൻ്റെയും ഉത്തരവാദിത്തം വളരെയാണ്. നാമും നമുക്കുള്ള വകകളും കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാകുന്നു എന്ന് അറിയാവുന്നതിനേക്കാൾ വലിയ ആശ്വാസം മറ്റെന്താണ്? അവിടുത്തെ കരങ്ങളിൽ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക, വഴുതി മാറരുത്. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നോട് കേട്ട പഥ്യവചനം നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക. പഥ്യവചനം, തിരുവചനത്തിലെ വാക്കുകൾ ദൈവാത്മപ്രേരിതമാണ്. ദൈവവചനത്തിലെ ദൂത് മാത്രമല്ല, വാക്കുകൾ പോലും പരിശുദ്ധാത്മനിശ്വാസ്യമാണ്. അതല്ലാതെ മറ്റൊരു വിധത്തിലും ദൈവവചനത്തെ ആർക്കും വിശദീകരിക്കുവാൻ കഴിയില്ല. പഥ്യവചനം ആരോഗ്യമുള്ള വചനമാണ്. കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ ആരെങ്കിലും രോഗികളെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള വാക്കാണിത്. നേരത്തെ അവർക്ക് ആരോഗ്യമില്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ അവർക്ക് ആരോഗ്യമായി. ക്രിസ്തീയ വിശ്വാസം ആരോഗ്യമുള്ളതാണ്, പൂർണ്ണതയുള്ളതാണ്. നേരത്തെ പൗലോസ് ഇതേക്കുറിച്ച് പറഞ്ഞത് ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ മുഴുവനും അറിയിച്ചു എന്നാണ്. അതുകൊണ്ടാണ് 14-ാം വാക്യത്തിൽ പറഞ്ഞത്, ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക എന്ന്. അപ്പസ്തോലിക വിശ്വാസം എന്നത് പഥ്യവചനം മാത്രമല്ല, അതൊരു നല്ല ഉപനിധി കൂടിയാകുന്നു. സുവിശേഷം ഒരു നിധിയാണ്, വിലപിടിപ്പുള്ള നിധി. ക്രിസ്തീയ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ മാത്രം ജീവിക്കാവുന്ന ഒന്നാകുന്നു എന്ന് കാണുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. 7-ാം വാക്യത്തിൽ ശക്തി, സ്നേഹം, സുബോധം എന്നീ കാര്യങ്ങളൊക്കെ പൗലോസ് പറഞ്ഞു. എല്ലാം തന്നെ ആത്മാവിൻ്റെ ഫലമാകുന്നു. സംശയമുണ്ടെങ്കിൽ ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളിൽ പരിശോധിച്ചാൽ ആ 9 കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, ഇന്ദ്രജയം, ഇതെല്ലാം അതൊക്കെ നമുക്കറിയാമല്ലോ. ഇനിയും 15-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. ഫുഗലോസും ഹെർമഗനോസും ആ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. തന്നോട് അവിശ്വസ്തരായിരുന്നവരുടെ യഥാർത്ഥ പേരുകൾ പൗലോസ് ഇവിടെ നൽകുന്നു. ഇവിടെ എല്ലാവരും എന്ന് പറയുമ്പോൾ നേരത്തെ തന്നോടൊപ്പം റോമിലുണ്ടായിരുന്നവരിൽ ഇപ്പോൾ ആസിയയിലുള്ളവർ എന്നാണ് അർത്ഥം. വിശ്വാസത്യാഗം എന്നുള്ളത് സഭയുടെ അന്ത്യകാലത്തിൻ്റെ മാത്രം ലക്ഷണമല്ല. സഭയുടെ ചരിത്രത്തിൽ എല്ലാ കാലത്തും അത് സംഭവിച്ചിട്ടുണ്ട്. സഭയുടെ ചരിത്രം ദുരുപദേശങ്ങളുടെ ചരിത്രമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതെത്ര വാസ്തവമാണ്. 16 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോറോസിൻ്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. അവൻ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിലെത്തിയ ഉടനെ താൽപ്പര്യത്തോടെ എന്നെ തിരഞ്ഞ് കണ്ടെത്തുകയും ചെയ്തു. ആ ദിവസത്തിൽ കർത്താവിൻ്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ. എഫസോസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ. ഇവിടെ ഇതാ ഒരു വിശുദ്ധനായ വ്യക്തി ഒനേസിഫോറസ്, എഫസോസിൽ നിന്നുമുള്ളവനാകും. അവൻ കച്ചവട സംബന്ധമായി റോമിലെത്തിയതാകും. അവൻ വളരെ ധൃതിയുള്ളൊരു മനുഷ്യനാകും. എന്നാൽ തടവറയിൽ കിടന്ന പൗലോസിനെ ശുശ്രൂഷിക്കുവാൻ അവൻ സമയം കണ്ടെത്തി. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? ഒരുപക്ഷെ പൗലോസ് ആയിരിക്കും അവനെ കർത്താവിങ്കിലേക്ക് നയിച്ചത്. അതെ, താങ്കളെ ക്രിസ്തുവിങ്കിലേക്ക് നയിച്ച ഒരു വ്യക്തിയെ മറക്കുവാൻ താങ്കൾക്ക് ഒരിക്കലും കഴിയില്ല. പൗലോസിൻ്റെ ജീവിതം എത്ര വലിയ വെല്ലുവിളിയാണ്, എത്ര വലിയ അനുഗ്രഹമാണ്, എത്ര വലിയ പ്രചോദനമാണ് നമുക്ക് നൽകുന്നത്. ചിന്തിച്ചാട്ടെ, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാണോ? അതിനായിട്ട് ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ.
സുവിശേഷത്തിൻ്റെ ശക്തി അതുല്യമാകുന്നു. മനുഷ്യനെ അടിമപ്പെടുത്തിക്കളയുന്ന മരണഭയത്തിൽ നിന്ന് ഒരുവനെ വിടുവിക്കുക മാത്രമല്ല, ജീവനും അക്ഷതയും നൽകുന്ന പ്രത്യാശയാൽ നമ്മെ നിറയ്ക്കുകയും ചെയ്യുന്നതാകുന്നു സത്യസുവിശേഷം. ആരെയാണ് നാം വിശ്വസിക്കുന്നത് എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ.